ഹലോ കൂട്ടുകാരെ, എന്ത് പറയുന്നു? എല്ലാവർക്കും സുഖം. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ നിങ്ങളോട് എല്ലാവരോടും ഒരു താങ്ക്സ് പറയാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. എനിക്കും 826 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ അത് ഇപ്പം തന്നെ പറയേണ്ടതൊന്നും ആയിട്ടില്ല. ശരിക്കും 1000 ആവണം, വാച്ച് അവർ ആവണം. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ വാച്ച് അവറിൻ്റെ കാര്യമോ അതുപോലെ ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കാര്യമോ ഒന്നും അറിയാതെ വന്നൊരാളാണ്. ഒന്നാമത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിങ്ങനെ എപ്പോഴും തൊടിയിൽ കൂടി അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളായിട്ട് നടക്കുന്ന ഒരാളാണ്. അങ്ങനെ ഫോണിന് അഡിക്റ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നില്ല. പിന്നെയാണ് ഇപ്പോൾ അടുത്ത ജനുവരിയിലാണ് ഞാനിങ്ങനെ, അതുവരെ എനിക്ക് ഓൺലൈൻ ട്യൂഷനും തിരക്കൊക്കെ ആയിട്ട് അങ്ങനെയായിരുന്നു. അപ്പോൾ അതൊക്കെ നിർത്തിയപ്പോൾ ഇങ്ങനെ എല്ലാവരും എന്നോട് ഇങ്ങനെ പറയാറുണ്ട്, നീ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടല്ലോ. സത്യം പറഞ്ഞാൽ കുറേ ഉണ്ടായിരുന്നു കേട്ടോ, കുറേ കൃഷിയും കാര്യങ്ങളും. അതുപോലെ കൂൺ കൃഷി ചെയ്തിരുന്നു, ആടും അങ്ങനെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അന്നൊക്കെ എല്ലാവരും പറയും. അപ്പോൾ എനിക്ക് എന്ത് യൂട്യൂബോ അങ്ങനത്തെ ഒരു മൈൻഡായിരുന്നു അതിൽ. അങ്ങനെ ഞാനും ജനുവരിയിലാണ് വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. അന്ന് എനിക്കിതിനെക്കുറിച്ചൊരു ഐഡിയ അല്ല. ഈ തമ്പനയിൽ എന്താണ്, പിന്നെ അതുപോലെ ഈ സബ്സ്ക്രൈബ് ചെയ്യുന്നത് എന്താണ്, അങ്ങനെ അതിനെക്കുറിച്ചൊന്നും വലിയൊരു ഐഡിയ ഇല്ലാത്ത ഒരാളാണ്. അപ്പോൾ ആദ്യം ചെയ്ത വീഡിയോസൊന്നും അങ്ങനെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആദ്യം ചെയ്തൊന്നും അങ്ങനെ ക്ലിക്കായി വന്നിട്ടൊന്നുമില്ല. ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം എന്തായാലും പിന്നെ എനിക്ക് പരിചയമില്ലാത്ത ഒരുപാട് ആളുകൾ എന്നെ സപ്പോർട്ട് ചെയ്ത് ഞാൻ ഇതുവരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പണികളൊക്കെ തൊടിയിൽ കൂടിയാണല്ലോ. അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോസൊക്കെ പകർത്തുമ്പോഴേ നമുക്ക് സ്വന്തമായിട്ടിപ്പോൾ ഞാൻ ചിലപ്പോൾ തൊടിയിൽ പുല്ല് വെട്ടാൻ പോവും, പശുക്കളെ കൊണ്ട് പോവും. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് എന്നെ കൊണ്ട് ഇപ്പോൾ അത് വീഡിയോ പകർത്തുന്നതിൻ്റെ ഒരു ലിമിറ്റേഷൻ ഉണ്ടാവുമല്ലോ. പിന്നെ എനിക്ക് വീഡിയോസ് എടുത്തുതരാറുള്ള എൻ്റെ മൂത്ത മോളെ കുട്ടി പൊന്നൂസ്, അമ്രീൻ, അവരൊക്കെ എടുത്തു തരുമ്പോഴാണ് ഇനി അങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇടാറ്. അല്ലെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് തന്നെ അങ്ങനെ എടുക്കാറാണ്. അപ്പോൾ അവർക്കൊക്കെ സ്കൂളും ക്ലാസ്സൊക്കെ ആയില്ലേ. ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ എനിക്ക് യൂട്യൂബിലൊരു വീഡിയോ പോസ്റ്റ് ചെയ്യാണ്ട് ഒന്ന് എടുത്ത് തരുമോ എന്നൊക്കെ പറഞ്ഞ് അവരെ നമുക്കങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. അവർ ഇഷ്ടത്തോടെ എടുത്ത് തരികയാണെങ്കിൽ നമുക്ക് പകർത്താം. ബാക്കിയുള്ളതൊക്കെ എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ കാഴ്ചകളൊക്കെ ഇതിൽ ഞാൻ പകർത്തി വീഡിയോസ് ഇടാം. അപ്പോൾ ഇനിയും എനിക്ക് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. ഇനിയും ഇതുപോലെ നല്ല നല്ല കാഴ്ചകൾ ഉള്ള വീഡിയോസുമായിട്ട് ഞാൻ വരാം. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ലിമിറ്റേഷൻ ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ എന്നാലും എനിക്ക് ഒരുപാട് സപ്പോർട്ടിംഗ് ആയിട്ട് എല്ലാവരും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ ബായ്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം.